ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തീരുമാനിച്ചുറപ്പിച്ചോ കേരളമെന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. ആദ്യം സജീഷ്, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. തിരുവനന്തപുരം വലിയ തോതിൽ ഉറ്റുനോക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണയും അതേ MP തന്നെ അവിടെ മത്സരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ കഴിയുന്ന സവിശേഷമായ ഒരു കാഴ്ച, LDF അവിടെ വലിയൊരു വിജയപ്രതീക്ഷ കൊണ്ടു നടക്കുന്നു എന്നതാണ്. ആ വിജയം ഉറപ്പാക്കാൻ വേണ്ടി അവർ നല്ല നിലയ്ക്ക് പണിയെടുക്കുകയും ചെയ്യുന്നു. അവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, LDFിൻ്റെ ഈ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിന് പ്രത്യേകമായ എന്തെങ്കിലും ഒരു അടിത്തറ ഇതിനകം അവിടെ രൂപപ്പെട്ടിട്ടുണ്ടോ, നമുക്കങ്ങനെ കാണാൻ കഴിയും വിധത്തിൽ. മറ്റൊന്ന്, LDFിൻ്റെ വിജയപ്രതീക്ഷ ഇത്രത്തോളം പോവുകയും അതിനുവേണ്ടി ഈ അവസാന മണിക്കൂറിൽ അവർ വലിയ തോതിൽ ജോലിയെടുക്കുകയും ചെയ്യുന്നത് BJP വിരുദ്ധ വോട്ടർമാർക്കിടയിൽ വലിയ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ടോ സജീഷ്? നിഷാദ്, ഇതുമായി ബന്ധപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയതിന് ശേഷം കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. കാരണം ത്രികോണ മത്സരം എന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പരീക്ഷണം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. BJP ഏറ്റവും ഉറപ്പുള്ള ഒരു മണ്ഡലമായി കണക്കാക്കുന്നതും തിരുവനന്തപുരം മണ്ഡലത്തെയാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് സവിശേഷമായൊരു പ്രാധാന്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നേരിട്ട് അനുഭവിക്കാൻ പോകുന്നൊരു മണ്ഡലം കൂടി. ഇതിൻ്റെ 42 ദിവസം നീണ്ടു നിന്നൊരു പ്രചരണത്തിൻ്റെ വഴി നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ NDAക്ക് അനുകൂലമായ രീതിയിൽ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ആ രീതിയിൽ വലിയ തോതിൽ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും BJPയുടെയും ഒക്കെ സംഘടനാ ശക്തി ഉപയോഗിച്ച് കുമ്മനം രാജശേഖരൻ്റെ എൻട്രി പോലും വലിയ തോതിൽ ആഘോഷമാക്കിയ ഒരു സംഭവമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കുമ്മനം രാജശേഖരന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. ഇത് പക്ഷേ പിന്നീട് സംഭവിച്ച പ്രചരണത്തിൻ്റെ ഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പക്ഷേ വലിയ തോതിലൊരു ന്യൂനപക്ഷ കേന്ദ്രീകരണം UDFന് അനുകൂലമാക്കി തീർത്തു എന്നതാണ് അറിയുന്നത്. അതിന് പല ഇടർച്ചകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ കുമ്മനം ജയിക്കുമെന്നൊരു പ്രതീതി സർവേകൾ പോലും മുന്നോട്ട് വെച്ച സമയത്ത് ന്യൂനപക്ഷ കേന്ദ്രീകരണം ഒരുപക്ഷെ UDFന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ് നമ്മളെ ഒരു വിലയിരുത്തൽ മനസ്സിലാകുന്നത്. പിന്നീട് UDFിനുള്ളിൽ ഉണ്ടായിരുന്നൊരു ആന്തരികമായൊരു സംഘർഷമുണ്ട്. അത് വോട്ട് മറിക്കൽ, VS ശിവകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വോട്ട് മറിക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നു. അതിനെതിരെ കോൺഗ്രസ് നേതൃത്വം തന്നെ നടപടി സ്വീകരിക്കുന്നു. സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരണം വ്യാപകമാകുന്നു. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഒരു തരം ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്നത്. ഒരു പരിധിവരെ UDFന് ആ ഘട്ടത്തിൽ പിന്നോക്കം പോകേണ്ടി വന്നു. ഏറ്റവും ഒടുവിലായിട്ട് വന്ന സർവേകൾ പ്രകാരം C ദിവാകരൻ അല്പം മുൻതൂക്കം കൂടി പ്രവചിച്ചതോടുകൂടി നിലവിലൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ പോലും തിരുവനന്തപുരം മണ്ഡലത്തെ നോക്കിക്കാണുമ്പോൾ ഉണ്ട്. ആര് ജയിക്കും എന്ന രീതിയിൽ ഒരു പ്രവചനാതീതമായൊരു സാഹചര്യം തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ഒരു വിലയിരുത്തൽ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നേരിയൊരു മുൻതൂക്കം ശശി തരൂരിനുണ്ട്. കാരണം ഞാൻ ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വാഭാവികമായ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് ഈ മണ്ഡലത്തിലുണ്ടാകുന്ന സാമുദായിക വോട്ടുകളുടെ പെർസെൻറ്റേജ് കൂടി മനസ്സിലാക്കുമ്പോൾ വലിയ തോതിൽ ഒരു ന്യൂനപക്ഷ വിധി നിർണ്ണയിക്കുക അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. ആ സാഹചര്യത്തിൽ കുമ്മനം രാജശേഖരൻ ജയിക്കും എന്നൊരു പ്രതീതി അവസാന നിമിഷം വരെ ഉണ്ടായൊരു സാഹചര്യത്തിലാണ് വലിയ തോതിലൊരു ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇപ്പോഴും UDFന് അനുകൂലമായി ഉണ്ട് എന്നാണ് നമുക്ക് മീഡിയ വൺ അല്ലെങ്കിൽ എനിക്ക് നടത്തുന്ന ഒരു വിലയിരുത്തൽ മനസ്സിലാകുന്നത്. അവസാന ഘട്ടത്തിൽ C ദിവാകരൻ ജയിക്കും എന്നൊരു പ്രതീതി ഒരു പക്ഷം നടത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും ന്യൂനപക്ഷങ്ങൾ ഒരു കുഴിയിലേക്ക് വീഴാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സാമുദായിക സംഘടനകൾ കൂടി നടത്തിയിട്ടുണ്ട്. ഇവിടെ സജീഷ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഒന്ന്, ഈ പറയുന്ന കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന ആഭ്യന്തര കാലുഷ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപക്ഷെ LDFന് നന്നായി എൻ്റർ ചെയ്യാൻ കഴിഞ്ഞ ഒരു പ്രധാന കവാടം അതായിരുന്നു. അതിനകത്തുണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, വോട്ട് മറിക്കലുകൾ, അതേ തുടർന്ന് ശശി തരൂരിൻ്റെ അതൃപ്തി പരസ്യമാക്കൽ, അദ്ദേഹത്തിൻ്റെ പരാതി, ഇതൊക്കെ കൂടി വന്നതോടെ സ്വാഭാവികമായും UDFന്മേലുള്ള പ്രതീക്ഷയിൽ ചെറിയ മങ്ങലുണ്ടാവുന്നുണ്ട് BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾക്ക്. അതിനിടയിൽ ഇത്ര വലിയ ഒരു പോരാട്ടം നടത്താൻ അവർ തയ്യാറായി വരുന്നു. അല്ലെങ്കിൽ തന്നെ നേരത്തെ ഇതിനേക്കാൾ ഇത്രയും വലിയ പ്രഭയില്ലാത്ത സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ പോലും 2,50,000 പരിസരത്ത് വോട്ട് നേടാൻ കഴിഞ്ഞു എന്ന ചരിത്രം പോലും LDFനൊപ്പം ഉണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം സത്യത്തിലൊരു യാഥാർത്ഥ്യബോധത്തിൽ കൂടി ഉൾക്കൊണ്ട ഒന്നാണ്. അതായത് വിജയിക്കാൻ കഴിയുന്നവർ പ്രതീക്ഷിക്കുന്നതിൽ നമുക്ക് വലിയ തെറ്റു പറയാൻ കഴിയില്ല എന്നൊരു പ്രശ്നം അതിനകത്തുണ്ടോ? പക്ഷേ നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ പരിശോധിക്കണം. സെക്കുലർ വോട്ടുകൾ, അതായത് BJP വിരുദ്ധ വോട്ടുകൾക്ക് മുൻതൂക്കമുള്ള ഇന്ത്യയിലെ തന്നെ അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് തിരുവനന്തപുരം. സെക്കുലർ വോട്ടുകളാണ് ഭൂരിഭാഗവുമുള്ളത്. ഈ സെക്കുലർ വോട്ടുകൾ ഏതാണ്ട്
കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. അതുതന്നെയാണ് തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നത്. അതിൻ്റെ ആനുകൂല്യം നമ്മളിപ്പോൾ സജീഷ് പറഞ്ഞതുപോലെ കുമ്മനം രാജശേഖരൻ വരുന്നു, കുമ്മനം രാജശേഖരന് വലിയ സ്വീകരണം ലഭിക്കുന്നു, കുമ്മനം രാജശേഖരനെ വലിയ തോതിൽ പ്രൊജക്റ്റ് ചെയ്യാൻ NDAയും RSSും ശ്രമിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF തന്നെയാണ് മുൻകാലത്തുണ്ടായിരുന്ന ഒരു മേൽക്കൈ, ചെറുതെങ്കിലുമുള്ളൊരു മേൽക്കൈ UDF തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ മേൽക്കൈ നഷ്ടമായത് ഇപ്പോൾ സജീഷ് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ആ വോട്ടുകൾ മറിച്ചു നൽകാൻ ശ്രമം നടക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നതോടുകൂടിയാണ് ഈ അങ്കലാപ്പുണ്ടാകുന്നത്. കോൺഗ്രസിനൊപ്പം സ്വാഭാവികമായി നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആശങ്ക ജനിക്കുന്നത്. അതിനെ മുതലെടുക്കുക എന്നൊരു ശ്രമമാണ് ഇപ്പോൾ LDF സ്വാഭാവികമായും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് O രാജഗോപാൽ 2ാം സ്ഥാനത്തേക്ക് വരികയും ഒരു വേള ജയിക്കും എന്ന പ്രതീക്ഷ നിലനിർത്തുകയും ചെയ്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000 ചില്ലറ വോട്ടിന് ശശി തരൂർ ജയിച്ച തെരഞ്ഞെടുപ്പിൽ LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമ്പോൾ നമ്മൾ കാണേണ്ടത് അവിടെ ബെന്നറ്റ് എബ്രഹാം എന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പേയ്മെൻറ്റ് സീറ്റ് എന്ന ആരോപണമുണ്ടായിരുന്നു. പേയ്മെൻറ്റ് സീറ്റ് എന്ന ആരോപണം ഉയർന്നതുകൊണ്ട് തന്നെ CPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPMൻ്റെ പ്രചരണ സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ 2,48,900 വോട്ട് നേടാൻ LDF സാധിച്ചു. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് 2009 ശശി തരൂർ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാമചന്ദ്രൻ നായർ 2,26,000 ചില്ലറ വോട്ട് അദ്ദേഹം നേടുകയുണ്ടായി. അതായത് LDF അവിടെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും പറയാം ബേസ് വോട്ടായി ഒരു 2.25 ലക്ഷം വോട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ വോട്ട് ഇപ്പോഴുണ്ടായ സവിശേഷമായ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാനായാൽ ഒരുപക്ഷെ ജയിച്ചു കയറാൻ സാധിക്കും എന്നൊരു കണക്കുകൂട്ടൽ LDF ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായി അവർ ഈ തീരുമാനം എടുത്തുവെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യവുമായി അത് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന പരിശോധന അത് LDFും വിശിഷ്യ അതിന് നേതൃത്വം നൽകുന്ന CPMും ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു ഘട്ടമുണ്ട് എന്ന് തന്നെ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കണം. കാരണം LDF ശക്തമായൊരു ത്രികോണ മത്സരത്തിൽ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാൻ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയാൽ അത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സെക്കുലർ വോട്ടുകളിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ് ഒരുപക്ഷെ കടന്നുകൂടാൻ NDAക്ക് വഴിയൊരുക്കാനുള്ളൊരു സാഹചര്യം അത് മുന്നിലുണ്ട് എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അത് കേരളത്തിൽ ഒരു സാധ്യതയാണ്. അതെ, ഒട്ടും ചെറുതല്ലാത്ത ഒരു സാധ്യതയാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൂടി പരിശോധിച്ചാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ 3ഇടത്തെങ്കിലും 2ാം സ്ഥാനത്തേക്ക് എത്താൻ NDAക്ക് സാധിച്ചു എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ചെറുതായി കണ്ടുകൂടാ. ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാൻ വൈകിയ വേളയിലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൻ്റെ വൈകിയ വേളയിലെങ്കിലും ഒരുപക്ഷെ LDF തയ്യാറായേക്കും എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നത്. അതാണ് ജോസഫ് സി മാത്യു, താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതായത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഉള്ള വോട്ട് ബേസിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ തുനിയാം. അതിനകത്ത് യുക്തിരാഹിത്യമൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ഫലം ഒരു പക്ഷേ BJPയെ വിജയിപ്പിക്കുക എന്നതുകൂടിയായി മാറിയേക്കാം. അതിനുള്ള സാധ്യത ഒട്ടും കുറവല്ല, നല്ല നിലയ്ക്ക് കൂടുതലുമാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് ചെയ്യണം വോട്ട് എന്ന നിലയിൽ വലിയ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഗുണപരമായി തന്നെ ഭവിക്കും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ, അതോ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കുമോ? നിഷാദ്, പറയാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ NDAയുടെ ഏക സാധ്യത ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നതിനിടയിലൂടെ ജയിച്ചു കയറാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ്. അത് ചെറുതല്ലാത്ത സാധ്യതയല്ല, അതാണ് അവരുടെ ഏക സാധ്യത ഈ നിലവിലുള്ള സാഹചര്യത്തിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ത്രെറ്റാണ്. NDA ജയിക്കരുതെന്ന് കരുതുന്ന മറ്റ് 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അത് തീർച്ചയായിട്ടും ഒരു ഭീഷണി തന്നെയാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരത്തിന് അങ്ങനെ സ്ഥായിയായ ഒരു സ്വഭാവമോ ഒരു സ്ഥിരം ഒരു UDF മണ്ഡലമെന്നോ പറയാവുന്ന ഒരു മണ്ഡലമല്ല. അവിടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയാൽ ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് LDF വിചാരിക്കുന്നത്. അത് മുൻകാല അനുഭവങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ
വളരെ വലിയ വോട്ടുകൾ, അബ്സല്യൂട്ട് വോട്ടുകളായാലും ശതമാനക്കണക്ക് നോക്കിയാലും വ്യത്യാസത്തിൽ LDFന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളെല്ലാം. അങ്ങനെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഘട്ടത്തിൽ NDAയുടെ വോട്ടുകളിൽ ശ്രീ രാജഗോപാൽ പിടിച്ചതിൽ നിന്ന് എല്ലാ മണ്ഡലങ്ങളിലും, നേമം ഒഴികെ, രാജഗോപാൽ തന്നെ മത്സരിച്ച നേമം ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും കുറഞ്ഞത് 6% കണ്ട് പുറകോട്ട് പോയിട്ടുണ്ട്. നെയ്യാറ്റിൻകര 13% പുറകിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയാൽ NDAയുടെ വോട്ട് കുറയും എന്നുള്ളൊരു ധാരണയും ഇടതുമുന്നണിക്കുണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷം വിജയസാധ്യത കണക്കാക്കുകയും അവരതിനുവേണ്ടി തീവ്രമായി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ സമയത്ത് കാര്യം പോലും ഞാൻ മനസ്സിലാക്കുന്നത്. ജോസഫ് സി മാത്യു, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ BJPയുടെ വോട്ടുകൾ കുറയ്ക്കാൻ കഴിയും ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തിയാൽ എന്നത് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സവിശേഷമായ സാഹചര്യം കാണണമല്ലോ. അവിടെ ഇപ്പോൾ നമുക്കറിയാം ശബരിമല അടക്കമുള്ള വിശ്വാസവും വിഭാഗീയതയും അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അതിനകത്ത് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ആയുധമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ അതിനകത്ത് രണ്ടു പക്ഷവും വിജയിക്കാൻ വേണ്ടി പരമാവധി ആർജിക്കാൻ ശ്രമിക്കുന്നത് ഈ BJP വിരുദ്ധ ചേരിയിലെ ന്യൂനപക്ഷ മേഖലയിലെ വോട്ടുകളാണ്. അവിടെ നിന്നുള്ള പരമാവധി സമാഹരണമാണ് രണ്ടുപേരുടെയും ലക്ഷ്യമെന്നിരിക്കെ അത് വലിയ അപകടമുണ്ടാക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുകയാണല്ലോ. സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് BJPക്ക് കിട്ടുന്ന വോട്ടുകളിൽ നിന്ന് സമാഹരിക്കാൻ എത്ര കഴിയും? അതിപ്പോൾ ഒരു പ്രതിസന്ധി സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ ആ ഒരു ത്രെറ്റ്, അതായത് നമ്മൾ മുൻ വർഷങ്ങളിലെ വോട്ടിംഗ്, ശ്രീ രാജഗോപാൽ മത്സരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നോക്കിക്കഴിഞ്ഞാൽ 4 അർബൻ മണ്ഡലങ്ങളിലും ശ്രീ രാജഗോപാൽ ലീഡ് ചെയ്തു. 30,000-ഓളം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, 4 മണ്ഡലങ്ങളിൽ നിന്ന്. പക്ഷേ ബാക്കി പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മണ്ഡലങ്ങളിൽ നിന്ന്, കഴക്കൂട്ടമാണ് നേരത്തെ ഉള്ളവർ, അർബൻ മണ്ഡലങ്ങൾ, ഈ 4 നിന്ന് 30,000 വോട്ടിന്റെ ലീഡ് ശ്രീ രാജഗോപാലിനുണ്ടായിരുന്നത്. ഏതാണ്ട് 45,000 വോട്ടിന്റെ വ്യത്യാസമായിരുന്നു ഈ മറ്റ് 3 മണ്ഡലങ്ങളിൽ ശ്രീ ശശി തരൂരും ശ്രീ രാജഗോപാലും തമ്മിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 3 മണ്ഡലങ്ങളിലെ വ്യത്യാസം 15,000 വോട്ടിനാണ് അദ്ദേഹം വിജയിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അത് LDF കൂടുതൽ സമാഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് NDAക്ക് നേട്ടമാകാം എന്നുള്ള അരിത്തമെറ്റിക് ശരിയാണ്. അതിൽ ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ നിലവിലുള്ള സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഈ മുന്നണികൾ വിജയപ്രതീക്ഷയിലായതുകൊണ്ട് മറ്റു തരത്തിലൊരു ക്രോസ് വോട്ടിങ്ങിന്റെ സാധ്യതയൊന്നും ഞാൻ ഇപ്പോൾ കാണുന്നില്ല. അതിലൊരു അപകടമുണ്ടെന്നുള്ള നിങ്ങളുടെ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. ഇതാണ് പക്ഷേ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ 3 മുന്നണികളും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള എന്റെ ഒരു അഭിപ്രായ വ്യത്യാസം, ശ്രീ കുമ്മനം രാജശേഖരൻ ആദ്യം വന്നപ്പോൾ അവർ കാടിളക്കി ഒരു വരവേൽപ്പ് നൽകി. അതിനുശേഷം അവർ പിന്നോട്ട് പോയതല്ല, വളരെ ബോധപൂർവമായിട്ട് എടുത്തൊരു തീരുമാനമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷമല്ല, ഒരു സെക്യുലർ വോട്ട്സിന്റെ കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി അവർ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് മാറി എന്നല്ലാതെ പ്രചരണ രംഗത്ത് അവർ പിന്നോക്കം പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട വീടുകളുടെ കണക്കെടുക്കുകയും വളരെ സമർത്ഥമായ ഒരു ക്യാമ്പയിൻ, പണ്ട് LDF ഒക്കെ നടത്തിയിരുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ, 10 വീടുകൾക്ക് ഒരാളെ അസൈൻ ചെയ്ത് അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ, വളരെ വർഗീയമായ ഒരു ക്യാമ്പയിൻ അവിടെ BJP നടത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അവർ പിന്നോക്കം പോയതല്ല, അവരവരുടെ സ്ട്രാറ്റജി ഈ കൺസോൾട്ടേഷൻ സതീഷ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ ഒരു നേരിയ എഡ്ജ് ഇവിടെ ശശി തരൂരിനുണ്ട് എന്ന് പറയുകയാണ് താങ്കൾ. അതിലൊരു പ്രശ്നമായി തോന്നാൻ കഴിയുന്ന, അല്ലെങ്കിൽ LDF നല്ല നിലക്ക് പ്രചാരണ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒന്ന് അതിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ്. കോൺഗ്രസുകാർ തന്നെ തരൂരിനെ തോൽപ്പിക്കാൻ നിൽക്കെ അതിന് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് തിരിച്ചടിക്കും എന്ന് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും മറ്റും പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. ആ പ്രചാരണത്തെ ഫലപ്രദമായി തടയാൻ അവിടെ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന നിലയ്ക്കുണ്ടായിട്ടുള്ള ഈ പ്രചാരണങ്ങളെ അതിന് പരമാവധി മൂടിവെക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും വിധത്തിൽ അവരൊക്കെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നിഷാദ്, ഒരു പരിധിവരെ കോൺഗ്രസിന് അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം ഈ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നത് വേറൊരു കാര്യം. അത് പക്ഷേ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പിന്നോക്കം പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആഭ്യന്തര തർക്കമാണ്. അതായത് ഈ പ്രചരണത്തിൻ്റെ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലുമാണ് ഈ പ്രശ്നം വളരെ രൂക്ഷമായത്. ആ ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഇറങ്ങുന്നു. അതിന് കോൺഗ്രസ് നേതൃത്വം തന്നെ പരോക്ഷമായി തെളിവുകൾ നൽകുന്നു. സോഷ്യൽ മീഡിയ വഴി കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യ വിമർശനം ഉന്നയിക്കുന്നു. ആ ഒരു വലിയ തോതിലുള്ള പ്രതിസന്ധി കോൺഗ്രസ് നേതൃത്വം മുന്നിൽ നിൽക്കുകയും ശശി തരൂരിനെ തോൽപ്പിക്കാൻ പാർട്ടി തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു ഘട്ടം വന്നതോടുകൂടി ആണ് ശശി തരൂർ അല്പമെങ്കിലും പുറകോട്ട് പോകേണ്ടത്, പ്രചരണത്തിൽ പോലും പുറകോട്ട് പോകേണ്ട ഒരു ഘട്ടം വന്നത്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP വളരെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 10-20 വർഷത്തെ ചരിത്രം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ കേഡർ സംവിധാനം വെച്ച് CPM-നെ പോലത്തെ ഒരു വോട്ട് ബാങ്ക് സൂക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. ആ സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായെങ്കിൽ പോലും BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്നൊരു വിലയിരുത്തൽ വലിയ തോതിൽ മുന്നോട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു തുടക്കം മുതൽ പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ അവസാന ഘട്ടം വരെ ന്യൂനപക്ഷ വോട്ടുകളുടെ സ്പ്ലിറ്റ് എന്ന ആശങ്ക വരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് ഏതൊക്കെ രീതിയിൽ പുറകോട്ട് പോയാൽ പോലും അതിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി വലിയ തോതിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണിത്. അതിന് ഏറ്റവും അവസാന ഘട്ടത്തിൽ C. ദിവാകരൻ ജയിക്കുന്നു എന്നൊരു പ്രചരണം ഉയർന്നത് പോലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ മറികടക്കാവുന്ന രീതിയിൽ ഒരുപക്ഷെ മുസ്ലിം സാമുദായിക സംഘടനകൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അത്തരത്തിലൊരു കേന്ദ്രീകരണം കോൺഗ്രസിന് സ്വയമേവ അല്പം ദുർബലമാകാൻ തീരുമാനിച്ചാൽ കൂടി ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള കേന്ദ്രീകൃത പ്രവർത്തനം നടക്കുന്നുണ്ട്. രാജീവ് ശങ്കരൻ ഒരു കാര്യം കൂടി, അതായത് ഇപ്പം പറഞ്ഞല്ലേ ക്രോസ് വോട്ടിങ്ങിന്റെ സാധ്യത തിരുവനന്തപുരത്ത് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ ജോസഫ് സി മാത്യു പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല എന്ന്. പൊതുവെ CPM കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണ്. ക്രോസ് വോട്ടിംഗ് ഉത്തരവാദിത്വം എല്ലാ കാലത്തും ഞങ്ങളുടേത് മാത്രമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്നൊരു മെസ്സേജാണ് അവർ പുറത്തേക്ക് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കാണേണ്ടത്? നമുക്കറിയാമല്ലോ ഇപ്പോൾ CPIM സർക്കാർ ഭരിക്കുന്ന ഒരു കാലമാണ്. അതിനകത്ത് അവരുടെ തന്നെ ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങൾ അറിയാം. അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിക്കാൻ എങ്ങനെ കഴിയുമെന്നത് മാത്രമാണ് BJP കൊണ്ട് നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ആര് നേട്ടമുണ്ടാക്കുന്നു? ഒന്നുകിൽ CPIM-ന് നേട്ടമുണ്ടാക്കാം, ലെഫ്റ്റിന് നേട്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ BJPക്ക് നേട്ടമുണ്ടാക്കാം. BJPക്ക് നേട്ടമുണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്തായാലും ലെഫ്റ്റ് പറയേണ്ടി വരും. അതിപ്പോൾ ഈ സർക്കാർ അടക്കം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ അവർ തോറ്റിരിക്കുക എന്നത് നിശ്ചയമായും ലെഫ്റ്റിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ്. ക്രോസ് വോട്ടിങ്ങിലേക്ക് പോവേണ്ടി വരും അവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കണം. കാരണം ഇതിനകത്ത് ഇപ്പോൾ NDA അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നത് പരമപ്രധാനമായൊരു ലക്ഷ്യമായി രണ്ട് മുന്നണികളും കരുതുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനും CPM-നുമാണ് എന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ മഞ്ചേശ്വരത്ത് KG മാരാരൊക്കെ മത്സരിച്ച് ഏതാണ്ട് ജയിക്കും എന്ന ഘട്ടം വരുമ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM വോട്ട് മറിച്ച് കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുത്തുകൊണ്ട് KG മാരാരെ തോൽപ്പിച്ചിരുന്നു എന്ന് വിശ്വസനീയമായ രീതിയിൽ പലരും തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് മതനിരപേക്ഷ വോട്ടുകളെ സമാഹരിച്ച് വർഗീയ ശക്തികൾക്ക് വേരോട്ടം ഉണ്ടാകാതിരിക്കാൻ പാകത്തിലുള്ള ജാഗ്രത പുലർത്തേണ്ട ബാധ്യത ഇടതുപക്ഷത്തിനും CPM-നും ഉണ്ട് എന്നൊരു വിശ്വാസം പൊതുവിലുണ്ട്. ആ വിശ്വാസത്തെ തുടർന്ന് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യത്തിലും ഇടതുപക്ഷത്തിനും CPM-നും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇതിന് ശേഷം ഉണ്ടാകാനിടയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ വോട്ട് ഭിന്നിപ്പിച്ചതുകൊണ്ട് NDAക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്ന വലിയ വിമർശത്തിന് CPM മറുപടി പറയേണ്ടി വരും, ഇടതുപക്ഷം മറുപടി പറയേണ്ടി വരും. അത് അവരെ തിരുവനന്തപുരത്ത് മാത്രമാകില്ല ബാധിക്കുക, മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് ഇടങ്ങളിൽ കൂടി അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടെ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണണം. കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന പൊതുവിശ്വാസം നിലനിൽക്കുമ്പോൾ നമ്മളിപ്പുറത്ത് 1991 ഉണ്ടായ കോൺഗ്രസ് ലീഗ് BJP ധാരണകൾ അതവിടെ നിൽക്കെ തന്നെയാണ് നമ്മൾ ഈ ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിൻ്റെ ചുമതലയിലേക്ക് അല്ലെങ്കിൽ ചുമലിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതേ സാഹചര്യം നമ്മൾ തിരിച്ച് ചിന്തിച്ചു നോക്കുക. തിരുവനന്തപുരത്ത് C. ദിവാകരനെ ജയിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് LDF കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നു എന്ന് കരുതുമ്പോൾ ഇതേ മതനിരപേക്ഷ ഉത്തരവാദിത്തം കോൺഗ്രസിനും UDF-നും പ്രകടിപ്പിക്കാവുന്നതാണ്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ആ മണ്ഡലത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നത് വേറെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. മെക്കാനിസം അവർക്കുണ്ടോ എന്ന ചോദ്യമാണ്. അല്ല, അത് ആ ചോദ്യവും വേറെ തന്നെയുണ്ട്. പക്ഷേ പ്രാഥമികമായി ഈ ഉത്തരവാദിത്തം ആ തീരുമാനത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല. അത് അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ അത് ചെയ്യാൻ പാകത്തിലുള്ളൊരു കെട്ടുറപ്പ് ഒരുപക്ഷെ കോൺഗ്രസിനും UDF-നും ഉണ്ട് എന്ന് നമുക്ക് ധരിക്കാൻ
കഴിയില്ല. അങ്ങനെയാണ് കേരളത്തിലെ UDF-നെയും കോൺഗ്രസിനെയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. വേറൊന്നുള്ളത്, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യമെടുത്താൽ നമ്മൾ LDF എന്തുകൊണ്ട് വോട്ട് മറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ശശി തരൂരിനെ ജയിപ്പിക്കാൻ പാകത്തിലൊരു നിലപാടെടുക്കണം എന്ന ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചാൽ LDF-ന് 60,000-ഓളം വോട്ടിൻ്റെ ലീഡ് ആ മണ്ഡലത്തിലുണ്ട്, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതേ പാറ്റേണിലല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഭൂരിഭാഗം സമയവും കോൺഗ്രസ് സ്ഥാനാർത്ഥികളോ UDF സ്ഥാനാർത്ഥികളോ വിജയിച്ച ഒരു ചരിത്രം നമുക്കവിടെ കാണാം. അപൂർവമായി മാത്രം, അല്ലെങ്കിൽ സവിശേഷമായ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ PK വാസുദേവൻ നായർ മത്സരിച്ചപ്പോൾ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുത്തു നോക്കുക, UDF-ൻ്റെ തുടർച്ചയായ ജയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അല്പം മുൻതൂക്കം ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ. ആ മുൻതൂക്കം അവർക്കുണ്ടെന്നിരിക്കെ അതിനെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള സാഹചര്യങ്ങൾ ഗ്രൗണ്ടിൽ, അതായത് മണ്ണിലുണ്ടോ ഇല്ലയോ എന്ന് സ്വയം പരിശോധിച്ചതിന് ശേഷം മാത്രമേ LDF-ന് അത്തരമൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ, അതായത് വർഗീയ വിദ്വേഷം വളർത്താൻ പാകത്തിൽ ശക്തമായ പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി പ്രചരണത്തിന് നേതൃത്വം നൽകിയ ഒരു സാഹചര്യത്തിൽ LDF-ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ പൂർണ്ണമായും LDF-ന് ഇക്കുറിയും കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ, അതായത് വിജയിക്കുമെന്ന് 101% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ കളിക്ക് ഇറങ്ങാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് അപകടകരമാണ്. അതെ. സാജു നോക്കൂ, നേരത്തെ ഇവിടെ സജീഷ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ദുർബലമായി കാണുന്നുണ്ട് പലയിടത്തും, അതിനകത്ത് ചില ആഭ്യന്തര ഭിന്നതകളും മറ്റുമൊക്കെ ഉണ്ട്. കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നുവെങ്കിലും പക്ഷേ കോൺഗ്രസ് വിജയിക്കണമെന്ന് വിചാരിക്കുന്ന വലിയ വിഭാഗം പുറത്തുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ. അവർക്കിടയിൽ തന്നെ വളരെ കേന്ദ്രീകൃതവും ആസൂത്രിതവുമായ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കോൺഗ്രസ് ജയിക്കണമെന്ന കാര്യത്തിൽ. തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പൊതുവേ അങ്ങനെ ഒരു മൂഡ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആകെ തന്നെ ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നില്ല. കേരളത്തിലുണ്ടോ? നിഷാദെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ കേന്ദ്രീകരണം കോൺഗ്രസിന് അനുകൂലമായി സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നു കൂടെന്ന് തോന്നുന്നു പല അർത്ഥത്തിലും. കാരണം മുമ്പില്ലാത്ത വിധം ന്യൂനപക്ഷത്തുള്ള ചില സംഘടനകൾ വളരെ ആസൂത്രിതമായി അവരുടെ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതിൻ്റെ സാഹചര്യം വളരെ ശക്തമായി തന്നെ അവർ ഉയർത്തിക്കാട്ടുന്നു. അത്തരത്തിൽ വീട് തോറും ഉള്ള ക്യാമ്പയിൻ, ഹൗസ് ക്യാമ്പയിനുകൾ വളരെ വ്യാപകമായി നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രതിഫലനം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അതിൻ്റെ മിഷണറി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്ക് അവർക്ക് കയറി ചെല്ലാൻ കഴിയുന്നുണ്ട്. ഇപ്പം നമ്മൾ വടക്കൻ കേരളത്തിലെ ചില സ്ഥലങ്ങൾ പോലും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് വളരെ അതിൻ്റെ സംഘടനാ സംവിധാനം പതിവ് പോലെ ഒരു അയഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസ് ജയിക്കേണ്ട ആവശ്യകത ഉയർത്തിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അതിനെ ഒരു മോദി വിരുദ്ധ സർക്കാർ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള അത്തരം പ്രചരണങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പിന്തുണകൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ആ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. സാജു പറഞ്ഞ ഇപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം കൺഫ്യൂസ്ഡ് ആയിരിക്കില്ല ന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി കൺഫ്യൂസ്ഡ് അല്ല എന്നാണോ അങ്ങനെ പൊതുവായി കാണേണ്ടത്? അങ്ങനെയാണോ? തീർച്ചയായും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൺഫ്യൂഷൻ ഇക്കാര്യത്തിലില്ല. ജയിക്കുന്നത് ആര്, BJP-ക്കെതിരെ ജയിക്കുന്നത് ആര് എന്ന കാര്യത്തിൽ അവർക്ക് കൃത്യതയുണ്ട്. ആ കൃത്യതയുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ഉണ്ടാകും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. കാരണം അത്തരം മുസ്ലിം സാമുദായിക സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ സംഘടനകൾക്ക് ഇടയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിൽ വളരെ കൃത്യവും ആസൂത്രിതവുമായ പ്രവർത്തനങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ വോട്ടിംഗ് ഉണ്ടാകും എന്ന കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ട സാഹചര്യം അങ്ങനെ പൊതുവായ മൂഡുണ്ട് എന്നാണ് ജോസഫ് സി മാത്യു. തിരുവനന്തപുരത്തിൻ്റെ കാര്യം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നേരത്തെ ശ്രീ രാജീവ് ശങ്കരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വിജയിക്കുമെന്ന് അത്രമേൽ ഉറപ്പില്ലാത്ത ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തേ മതിയാകൂ എന്ന അവസാന മണിക്കൂറിലും ഈ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെ ലെഫ്റ്റ് പറയാൻ പാടുള്ളൂ എന്നാണ്. ഉറപ്പ് ഇല്ല എങ്കിൽ, കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഉറപ്പില്ല എങ്കിൽ ഈ ചെയ്യുന്നത് കൊലച്ചതിയായി പോകും. പിന്നീട് അതിൻ്റെ ഉത്തരം പറയേണ്ടി വരുന്നതും ലെഫ്റ്റ് തന്നെ ആയിരിക്കുമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് അവരുടെ ആ പ്ലേ കാണുന്നത്? അവർക്ക് അത്രമേൽ ഉറപ്പുണ്ട് എന്ന് തന്നെയാണോ വിചാരിക്കേണ്ടത്? മറ്റൊന്ന്, BJP വിജയിക്കാനിടയുണ്ടായാൽ അതിന് എത്രമാത്രം ഇടതുപക്ഷം ഉത്തരം പറയേണ്ടി വരും എന്നതുകൂടി പ്രസക്തമായൊരു കാര്യമാണ്.
തീർച്ചയായിട്ടും പ്രസക്തമാണ്. ഞാൻ അതിലെനിക്കും സംശയമില്ല. പക്ഷേ അത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിൽ മുതൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ മുതിർന്ന ഒരു നേതാവിനെ ഇറക്കി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി തയ്യാറായി വരുന്ന ഘട്ടം മുതൽ വന്ന ശേഷം ഈ ഘട്ടത്തിൽ ഇത് തീരുമാനിക്കാൻ പ്രായോഗികമായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾക്കത് നമ്മൾ പറയാതെ തന്നെ, വിശദീകരിക്കാതെ തന്നെ ആർക്കും അത് മനസ്സിലാവും എന്നാണ് ഞാൻ കരുതുന്നത്. ബെനറ്റിനേക്കാൾ വോട്ട് കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് ശ്രീ ദിവാകരൻ പോവുക എന്നുള്ളത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കോ ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഞാൻ അവിടെ ഒരു ശശി തരൂരിനാണ് ഒരു എഡ്ജ് എന്നുള്ളത് ഞാൻ തുടക്കം മുതലേ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അതിന്റെ ഒരു അർബൻ മണ്ഡലത്തിന്റെ ഒരു അർബൻ സ്വഭാവമൊക്കെ ഉള്ള പല മേഖലകളിലും ശശി തരൂരിന് കൂടുതൽ അപ്പീൽ ചെയ്യാൻ കഴിയും. ഇപ്പോഴുള്ള നിങ്ങൾ പറയുന്ന കോൺഗ്രസിലെ പല പ്രതിസന്ധി, അത് ശ്രീ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ് അതിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വട്ടിയൂർക്കാവ് പോലെ ഒരു പ്രദേശത്ത് മുരളീധരന്റെ അഭാവം തീർച്ചയായിട്ടും ശശി തരൂരിന് ഒരു ക്ഷീണം വരുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം മുൻ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ശക്തമായി ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ പറയുന്ന ചില നേതാക്കളുടെ പ്രശ്നമെന്ന് പറയുന്നത് അത് ചില സമുദായ നേതാക്കളുടെ ചട്ടുകങ്ങളാണ്. ആ സമുദായ നേതാക്കൾ എടുക്കുന്ന തീരുമാനത്തിനനുസൃതമായി പ്രവർത്തിക്കുകയാണ്. അത് കോൺഗ്രസിൽ സ്ഥാനം കിട്ടിയതും അതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രവൃത്തി ഉണ്ടാകുന്നത്. അതിനപ്പുറത്തൊരു വില അതിന് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇതിലും ശക്തമായി പരസ്യമായ പ്രകടനങ്ങളും ഇന്ദിരാഭവന്റെ മുന്നിലുള്ള റാലികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു വലിയ ഘടകമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ശശി തരൂർ ഏതാണ്ട് ഒരു സംഘടനാ പാടവത്തിലൂടെയല്ല, അല്ലാതെ ജനങ്ങളോട് അപ്പീൽ ചെയ്യുന്ന വേറെ ഒരു ക്ലൗട്ടിലാണ് ഇതുവരെയും മത്സരിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറവാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹം ഒരു ശക്തനായ കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾ പറയുന്നത് പോലെ അല്ലാതെ BJP 3ാം സ്ഥാനത്ത് പോയാലും ഞാൻ അത്ഭുതപ്പെടില്ല എന്നാണ്. അത് തീർച്ചയായിട്ടും ട്രയാങ്കുലർ കോൺടെസ്റ്റ് ആണ്, വിജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത് തൊട്ടടുത്താണ് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ അതിനെ കാണുന്നില്ല. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു കോമ്പോസിഷനും വോട്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ ആർക്കും ജയിക്കാവുന്ന അവസ്ഥ തന്നെ അവിടെയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാണാനേ കഴിയുള്ളൂ. നിങ്ങൾ പറഞ്ഞൊരു അപകടം തീർച്ചയായിട്ടും അതിലുണ്ട് എന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു. ഓക്കെ, അതാണ്. നമുക്ക് ഈ മറ്റൊരു മണ്ഡലത്തിലേക്ക് പോയാൽ രാജീവ് ശങ്കരൻ, പിന്നെയുള്ളത് പത്തനംതിട്ടയാണ്. ഏതാണ്ട് BJPക്ക് വലിയ പ്രതീക്ഷയുള്ള, അവരുടെ ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമുള്ള ഒരു സ്ഥലമാണ്. ശബരിമല വലിയ ഒരു വിഷയമായി പ്രവർത്തിക്കുമെന്ന് അവർ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സമാനമായ ഫാക്ടേഴ്സ് ഉണ്ടോ? അതായത് ഈ ഭിന്നിച്ചു പോകൽ എന്ന പ്രശ്നം, രണ്ട് വിഭാഗത്തിനും ഒരുപോലെയുള്ള ആത്മവിശ്വാസം, അവിടുത്തെ ഈ BJP വിരുദ്ധ ചേരി എടുക്കുന്ന റിസ്കിനെ എങ്ങനെയാണ് കാണുന്നത്? BJP വിരുദ്ധ ചേരി അവിടെ വലിയ റിസ്ക് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ കെ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായതിനു ശേഷമുണ്ടായ വലിയ ഹൈപ്പ് അതുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഹൈപ്പ് സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നതുകൂടി നമ്മൾ അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പത്തനംതിട്ടയുടെ ചുറ്റുവട്ടത്തുള്ള മണ്ഡലങ്ങളിൽ ഒന്നിലും BJPക്ക് സ്ഥാനാർത്ഥികളില്ല. മാവേലിക്കരയിലില്ല, ഇടുക്കിയിലില്ല, കോട്ടയത്തില്ല. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഏതാണ്ട് പൂർണ്ണമായും കേന്ദ്രീകരിച്ചത് പത്തനംതിട്ടയിലാണ്. അങ്ങനെയാണ് അവിടെ ആ ഹൈപ്പ് ഉണ്ടാക്കപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു രണ്ടാം സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു അത്ര ശക്തമായ ഒരു മത്സരം അവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, BJPക്ക് അവിടെ 2009 തെരഞ്ഞെടുപ്പ്, 2014 തെരഞ്ഞെടുപ്പ്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെടുത്തു കഴിഞ്ഞാൽ BJPക്ക് ഗ്രാജുവലായ ഗ്രോത്ത് മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലുള്ള മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട. അതിരിക്കെ തന്നെ അവിടെ സെക്കുലർ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും, അതായത് ക്രിസ്ത്യൻ വോട്ടുകളും, അത് വളരെ ശക്തവുമാണ് രണ്ട് മുന്നണികളുടെ ഭാഗമായിട്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആൻ്റണി മത്സരിക്കാൻ വരുമ്പോൾ നെഗറ്റീവായ ഫാക്ടേഴ്സ്, അത് നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളായിരുന്നു അവിടെയും പ്രധാനമായി നിന്നിരുന്നത്. അത് ആൻ്റണി ശക്തമായി നേരിട്ടിരുന്നു. DCCയുടെ എതിർപ്പുണ്ടായിരുന്നു. ചില നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ ആൻ്റണിക്ക് പിന്നീടുള്ള സമയത്ത് സാധിച്ചിട്ടുണ്ട്. അതിൽ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം, ഉമ്മൻചാണ്ടി അവിടെ കേന്ദ്രീകരിച്ച് 1-2 ദിവസം പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. അങ്ങനെ കേന്ദ്രീകരിച്ചതിലൂടെ ഈ കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി പ്രചാരണത്തിന് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ടുണ്ടാകുന്നൊരു ഫലം, നിഷാദ്, നമ്മൾ കാണേണ്ടത്
ഈ ക്രിസ്ത്യൻ വോട്ടുകൾ സാധാരണ നിലയ്ക്ക് പത്തനംതിട്ടയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസ്സിന് അനുകൂലമായി നിൽക്കുന്ന വോട്ടുകളാണ്. അതിൽ വലിയ മാറ്റം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ആ വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കുക എന്നതായിരുന്നു വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് LDF ഉദ്ദേശിച്ചത്. അവരുടെ പരമ്പരാഗതമായി അവർക്ക് കിട്ടുന്ന വോട്ടിനൊപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന വിള്ളലിലൂടെ ജയിച്ചു കയറാം എന്നുള്ളൊരു കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലിൻ്റെ നടുവിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം എത്തുന്നത്. സ്വാഭാവികമായും അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ പണ്ട് എങ്ങനെയാണോ കോൺഗ്രസിനൊപ്പം നിന്നത് അതുപോലെ തന്നെ രാഹുലിൻ്റെ സാന്നിധ്യം കൊണ്ട് മാറും എന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നമ്മൾ ഈ പുറത്തേക്ക് പറയുന്ന വിധത്തിലുള്ള വലിയ മത്സരം കെ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തേക്കൊരു മത്സരം ഉണ്ടായേക്കാം. എങ്കിൽ പോലും രണ്ടാം സ്ഥാനം LDF തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യമായിരിക്കും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ശേഷം നമുക്ക് കാണേണ്ടി വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് LDFിൻ്റെ സാധ്യതകളെ ഒട്ടും കുറച്ച് കണ്ടുകൊണ്ടല്ല ഇത് പറയുന്നത്. LDFന് ഇപ്പോഴും, അതായത് വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു പ്രധാന ഘടകമാണ്. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ വീണ ജോർജിന് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ സഭയിലെ വോട്ടർമാരിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയെങ്കിലും വീണ ജോർജിന് കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണാതിരുന്നുകൂടാ. MLA എന്ന നിലയ്ക്ക് കഴിഞ്ഞ പ്രളയകാലത്ത് അവരുടെ പ്രകടനം അതുണ്ടാക്കിയ ഒരു പ്രതിച്ഛായ, അതിന് കിട്ടാവുന്ന മാർക്ക് നമ്മൾ കാണാതിരുന്നുകൂടാ. എങ്കിൽ പോലും ആൻ്റണിക്ക് ഈ ഘട്ടത്തിൽ ഒരു മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായി പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അവിടെ പരമാവധി സ്ത്രീകളെ. ഇപ്പം നമുക്ക് നോക്കിയാൽ ശബരിമല കർമ്മസമിതി എന്ന പേരിൽ വീടുകൾ കയറി ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു. തീവ്ര വർഗീയത പ്രചരിപ്പിക്കാൻ തന്നെ വിവിധങ്ങളായ സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നു. നേരത്തെ ശ്രീ രാജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വളരെ ഗ്രാജ്വലായ വളർച്ച BJP പ്രകടമാക്കിയ ഒരു ജില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ അതിൻ്റെ പൊതുവായ സ്വഭാവം നമുക്കറിയാമല്ലോ. ശബരിമലയിൽ ഇരിക്കുന്ന ആറന്മുള പോലെയുള്ള ആ സ്ഥലങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതിനകത്ത് പ്രവചനാതീതമായ തരത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള സാധ്യത, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് സ്വാഭാവികമായി നമ്മുടെ മുൻപിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ കണക്കുകളാണ്. അതിനപ്പുറത്തേക്ക് പ്രവചനത്തിനപ്പുറം പോകുന്ന തരത്തിൽ ഒരു വേവ് പ്രവർത്തിക്കാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ? അല്ല, അതൊരു വേവ് ആവില്ല. പക്ഷേ ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ കുറച്ചധികം വോട്ടുകൾ, നമ്മളൊരു ശതമാനം കണക്ക് പറഞ്ഞാൽ ഒരു 4-5% വോട്ടുകൾ അധികമായി NDAയിലേക്ക് പോകുന്നൊരു സാഹചര്യം നിശ്ചയമായും അവിടെ ഉണ്ടാകും. അതിന് പാകത്തിലുള്ള പ്രവർത്തനം അവിടെയുണ്ട്. അതിന് പാകത്തിലുള്ള വൈകാരികമായ അന്തരീക്ഷം, വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള ശ്രമം, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18.77% വോട്ടാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം കൂടി BJPക്ക് കിട്ടിയത്, അല്ലെങ്കിൽ NDAക്ക് കിട്ടിയത്. അതിൽ നിന്നൊരു 5-6% അധികം വോട്ട് സമാഹരിക്കാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കും. അതിലപ്പുറത്തേക്ക് ഇത് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ നമ്മൾ NSS എടുത്തിരിക്കുന്ന ഒരു നിലപാട് നമ്മൾ പ്രധാനമായും കാണണം. കാരണം NSS നമ്മൾ മുൻപ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രതീക്ഷിച്ചിരുന്നത് NSS ഒരുപക്ഷെ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് എടുത്തേക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവർ വളരെ തന്ത്രപരമായൊരു നിലപാട് അവിടെ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാർ ഈ ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പരസ്യമായി പറയാൻ NSS ജനറൽ സെക്രട്ടറി തയ്യാറാവുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അവർക്ക് ഇപ്പോൾ NSSനെ സംബന്ധിച്ച് NSSൻ്റെ നിർദ്ദേശമനുസരിച്ചാണോ അതിലെ അംഗങ്ങളെല്ലാം വോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ചില മേഖലകളെങ്കിലും ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ആ വോട്ടുകൾ പരമാവധി UDFിലേക്ക് തിരിയാനുള്ളൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. മാത്രമല്ല ശബരിമല ആചാര സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ UDF എടുത്ത നിലപാടുകളെ NSS ജനറൽ സെക്രട്ടറി എടുത്ത് പറയുക കൂടി ചെയ്യുമ്പോൾ സന്ദേശം വളരെ കൃത്യമാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ NDAയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഈ വേവ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം സംഘടിതമായി നടത്തുന്നുണ്ടെങ്കിൽ കൂടി അത് വോട്ടിലേക്ക് പരിവർത്തനപ്പെടുന്നത് വളരെ ചുരുക്കമായിരിക്കും എന്നാണ് നിഷാദ് ഞാൻ കരുതുന്നത്. വിജയിക്കാനുള്ള അത്രയും വോട്ട് സമാഹരിക്കാൻ കഴിയില്ല എന്നാണ്. നമുക്ക് വടകരയിലേക്ക് വരണം. അതിന് മുൻപ് സജീഷിലേക്ക് ഒരിക്കൽ കൂടി. സജീഷ്, കൊല്ലം പ്രവചനാതീതമായ മത്സരം നടക്കുമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. BJP വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്നത് പ്രധാനമായും വിജയത്തെ സ്വാധീനിക്കും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സ്ഥലം. BJP വോട്ടുകൾ എന്നത് പലയിടത്തും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് വിചാരിക്കപ്പെടുന്നു. വടകരയിലുമായാലും കൊല്ലത്തായാലും പല സ്ഥലങ്ങളിലും ആ നിലയ്ക്ക്, കണ്ണൂരിലടക്കം അത് ആ നിലയ്ക്ക് കണക്ക് കൂട്ടപ്പെടുന്നുണ്ട്. BJPയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? പൊതുവെ ഒരു കോൺഗ്രസിനെതിരായിട്ടുള്ള പോരാട്ടം BJP നാടാകെ നടത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ BJPക്ക് ഷിഫ്റ്റിംഗ് ഒരു എളുപ്പമുള്ള കാര്യമായിരിക്കുമോ? അതായത് അവരുടെ കയ്യിൽ നിൽക്കാത്ത ഷിഫ്റ്റിംഗ് ഒരുപക്ഷെ പലയിടത്തും കണ്ടേക്കാം. പക്ഷേ BJPയിൽ നിന്ന് മറിക്കപ്പെടും, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും ആസൂത്രിതമായി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ? അവർക്കതിന് കഴിയുന്ന ഒരു നില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാട്ടിലുണ്ടോ?
നിഷാദെ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ എടുത്താലും കേരളത്തിൽ ഒട്ടാകെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തിയൊരു കാര്യം ഒരു പങ്ക് ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിലേക്ക് പോകും എന്നായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയത്തിൽ CPM LDF എടുത്തൊരു നിലപാടിനെതിരെ അതിശക്തമായൊരു വികാരം ഈ ബി ജെ പി വോട്ടർമാർക്കിടയിലുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും LDFനെയും CPMനെയും പരാജയപ്പെടുത്തുക എന്നൊരു നിലപാടിലേക്ക് ബി ജെ പി വോട്ടർമാർ എത്തും. അതുകൊണ്ട് വലിയ തോതിൽ ഒരു വോട്ട് ചോർച്ച ബി ജെ പിയിൽ നിന്ന് UDFലേക്ക് ഉണ്ടാകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയേണ്ടി വരും. അതിന് ഒട്ടേറെ കാരണങ്ങൾ. അതിലൊന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല വിഷയം വന്നതോടുകൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രസക്തമാകുന്നത് തന്നെ. അതല്ല എങ്കിൽ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒരു കക്ഷിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് വരികയും BJPക്ക് കുറെ കൂടി സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ശബരിമല വിഷയം വന്നതോടുകൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ BJPയുടെ അടിത്തറ തകരാതിരിക്കേണ്ടത് കേന്ദ്രത്തിന് കൂടി ഒരു ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ പലയിടങ്ങളിലേക്കും പല മണ്ഡലങ്ങളിലും ഉണ്ടാകുന്ന വോട്ട് ചോർച്ച ഒരുപക്ഷെ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെങ്കിൽ അത് BJPയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കും. അങ്ങനെ കൊല്ലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടാകുന്നതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ BJPക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കാണുന്നത് അവിടുത്തെ നേതാക്കന്മാർ പലരും വിമത യോഗം ചേരുകയും BJP സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്നതിനെതിരെ പരസ്യ പ്രതിഷേധം നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഏതായാലും എൻ്റെ ഒരു വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എമ്പാടും ഒരു വലിയ തോതിലുള്ള വോട്ട് ചോർച്ച BJPയിൽ നിന്ന് UDFയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു ഹാർഡ് കോർ BJP വോട്ടുകൾ അവർക്ക് തന്നെ കിട്ടാനാണ് സാധ്യത. പക്ഷേ എങ്കിൽ പോലും കാലാകാലങ്ങളായിട്ട് BJP വോട്ട് ചെയ്യുന്ന ചില അനുഭവങ്ങളെങ്കിലും ഒരുപക്ഷെ ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ UDFന് വോട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അത് പക്ഷേ വലിയ തോതിലുള്ള ഒഴുക്കായിരിക്കില്ല, ഒരു ചെറിയ തോതിലുള്ള ഒഴുക്ക് ചില മണ്ഡലങ്ങളിലും ഉണ്ടാകും. അപ്പോൾ ശബരിമല വിഷയം ഉണ്ടായിട്ട് കൂടി പരമാവധി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തെ പിന്നീട് നേരിടേണ്ടി വരുമെന്നാണ് ഈ ഘട്ടത്തിൽ പക്ഷേ BJP നേരിടുന്ന ഒരു പ്രശ്നം. സാജു, വടകരയുടെ കാര്യം എടുക്കാം. വടകരയിൽ BJP വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുമെന്നത് CPIMന് മുൻപിൽ വലിയൊരു ആവലാതിയാണ്. അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഒരു സങ്കീർണതയാണ്. എങ്ങനെയാണ് നമുക്കിടെ കാണേണ്ടത്? BJP പരമാവധി വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കും പരമാവധി സ്ഥലങ്ങളിൽ. കാരണം ശബരിമല പോലെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്ന ഒരു വിഷയമുണ്ടായിട്ട് കൂടി ഇത്രയും വോട്ടേ കിട്ടിയുള്ളൂ എന്ന ചോദ്യത്തെ നേരിടാതിരിക്കാൻ വേണ്ടിയെങ്കിലും പരമാവധി വോട്ട് നേടാൻ ശ്രമിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ശ്രമിച്ചാലും കയ്യിൽ നിൽക്കാത്ത വിധത്തിൽ വോട്ടുകൾ ചോർന്നു പോകുന്ന കഥ നമുക്ക് വടകരയിൽ കാണാനുണ്ടോ സാജു? നിഷാദെ, വടകരയിൽ ഞാൻ കാണുന്നത് BJP വോട്ടുകളിൽ അല്ലെങ്കിൽ BJP അനുഭാവികളുടെ വോട്ടുകളിൽ കുറച്ചെങ്കിലും UDFയിലേക്ക് ചോരാനുള്ള സാധ്യതകളുണ്ട്. BJPക്ക് ഏതാണ്ട് 76,000 വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ച് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വടകരയിൽ അവരുടെ കൈവശം ഉള്ളത്. പക്ഷേ P. ജയരാജൻ എന്ന സ്ഥാനാർത്ഥിയോട് അതിശക്തമായ എതിർപ്പ് BJPയുടെ അനുഭാവികൾക്കും BJP പ്രവർത്തകർക്ക് ഇടയിലുമുണ്ട്. അത്തരത്തിൽ ജയരാജനെ അവർക്ക് തോൽപ്പിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമായി മാറുന്ന ഒരു ഘട്ടത്തിൽ അവിടുന്ന് വോട്ടുകൾക്ക് ഒരു ഷിഫ്റ്റ് കുറച്ചെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ BJPയുടെ ധാരണ എന്നും വിളിക്കാൻ കഴിയാത്ത ഒന്നാണ്, അങ്ങനെയാണ് പറയേണ്ടത്. അതായത് ഒരു നേതൃതല ധാരണ എന്നും വിളിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് BJP പ്രവർത്തകരുടെ ഒരു അഭിമാന പ്രശ്നം നിലയ്ക്ക് അവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് താഴെത്തട്ടിൽ. തീർച്ചയായും താഴെത്തട്ടിൽ അത്തരത്തിൽ വികാരങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും എനിക്ക് കിട്ടിയ പല ഫീഡ്ബാക്കുകളും ഞാൻ അത്തരത്തിലാണ് കാണുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഒരു കാടടച്ച പ്രവർത്തനമൊന്നും വടകര മണ്ഡലത്തിൽ NDA നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണാതിരുന്നു പോകരുത്. കാരണം അതിന് 2 കാരണങ്ങളുണ്ടാവാം. അവർക്ക് മറ്റൊരു മണ്ഡലങ്ങളിലെ പോലെ അല്ലെങ്കിൽ ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ കഴിയാൻ ശേഷിയില്ലാത്ത ഒരു മണ്ഡലമാണ് വടകര. പരമാവധി ആഞ്ഞു പിടിച്ചാൽ 1,00,000-അപ്പുറത്തേക്ക് കടക്കാമെന്നല്ലാതെ അതിനെ ഒരു വലിയ മത്സരമാക്കി കൊണ്ടുപോകാനുള്ള ശേഷിയൊന്നും വടകരയുടെ മൊത്തം ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ NDAക്കില്ല, ആ സ്ഥാനാർത്ഥിക്കില്ല എന്നതുകൂടി വളരെ വ്യക്തമാണ്. സ്വാഭാവികമായും അവിടെയാണ് BJP വോട്ടിലെ ഒരു ഷിഫ്റ്റ് UDFന് അനുകൂലമായി സംഭവിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത്. പർപ്പസ്ഫുള്ളായി അത് എത്രത്തോളം നേതൃതലത്തിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് അങ്ങനെ തീർത്തു പറയാൻ കഴിയുന്ന തെളിവുകൾ ഒന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഞാൻ കാണുന്ന ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തനത്തിൽ ശബരിമല പോലെ വലിയൊരു ഇഷ്യൂ നിൽക്കുമ്പോൾ അതിനെയൊക്കെ എത്രമാത്രം ഉപയോഗിച്ചുകൊണ്ട് BJP വടകരയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള ചോദ്യം പോലും പ്രസക്തമാണ്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള പോലും പങ്കെടുത്ത കൺവെൻഷനുകളിലെ പ്രവർത്തകരുടെ ആവേശക്കുറവ് വളരെ ദൃശ്യവുമായിരുന്നു. അവർക്ക് BJP ജയിക്കുക എന്നതിനപ്പുറത്ത് പ്രവർത്തകർക്കിടയിൽ സാജു, കണ്ണൂരിലും ഏതാണ്ട് ഇതേ നിലയാണോ ഉള്ളത്?
തീർച്ചയായും സി കെ പത്മനാഭൻ്റെ പരിപാടികൾക്ക് ആളെ കിട്ടാത്ത അവസ്ഥ പോലും നമുക്ക് പല ഘട്ടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. സി കെ പത്മനാഭനെ പോലെ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ എല്ലാം പ്രവർത്തിക്കുകയും സി കെ പത്മനാഭന് പിന്നിൽ അണിനിരക്കുകയുമൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം ആ വലിയൊരു മുതിർന്ന നേതാവ് മത്സരിക്കുകയും അവിടെ വല്ലാതെ പിന്നാക്കം പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം BJP-യെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അഭിമാനത്തിന് നിൽക്കുന്ന ക്ഷതം കൂടിയായിരിക്കും. പക്ഷേ എന്നിട്ട് പോലും ഒരു കാടടക്കിയുള്ള പ്രചരണമോ അത്തരത്തിൽ വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാനുള്ള രീതിയിൽ കൽപ്പിച്ചുകൂട്ടിയുള്ള ഒരു സംഘടനാ ശേഷിയെ ഉപയോഗപ്പെടുത്തിയുള്ള പ്രചാരണമോ ഒന്നും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യാഥാർത്ഥ്യം. രാജീവ് ശങ്കരൻ, എങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ വേണമെങ്കിൽ തൃശ്ശൂർ കൂടി എടുക്കാം, വലിയ തോതിൽ അവിടെ മത്സരിക്കുന്നുണ്ട് എന്നത് കാണാനുണ്ട്. ആ മണ്ഡലങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റിടങ്ങളിൽ BJP-യുടെ റോളിനെ എങ്ങനെയാണ് നമുക്ക് വരച്ചിടാൻ കഴിയുക? ഇവിടെ BJP-ക്ക് ഇവിടെ പരമാവധി വോട്ട് നേടണമെന്ന ആവശ്യം അവരുടെ മുൻപിലുണ്ടെങ്കിൽ കൂടി എങ്ങനെ നിർവഹിക്കപ്പെടുന്നതായിരിക്കും മറ്റു മണ്ഡലങ്ങളിൽ BJP-യുടെ വോട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJP ഞാൻ വിചാരിക്കുന്ന 2 തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, അവർ പ്രധാനമായും മത്സരിക്കേണ്ട മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ജയസാധ്യതയോ കൂടുതൽ വോട്ട് സമാഹരിക്കാനുള്ള സാധ്യതയോ നിലനിൽക്കുന്ന മണ്ഡലങ്ങളെ പ്രത്യേകമായി തന്നെ അവർ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്, ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ, ഒരു 5-6 മണ്ഡലങ്ങൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അവർ പരമാവധി വോട്ട് സമാഹരിക്കാനോ വേണ്ടി വന്നാൽ 2ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ 1ാം സ്ഥാനമെന്ന് അവരവകാശപ്പെടുന്ന അവസ്ഥയിലേക്കോ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മറ്റ് മണ്ഡലങ്ങളിൽ അവർ തന്ത്രപരമായി അവരുടെ വോട്ട് വിനിയോഗിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലവർ ലക്ഷ്യമിടുക പ്രധാനമായും CPM-നെയും ഇടതുപക്ഷത്തെയും തന്നെയായിരിക്കും. അവരെ പരമാവധി സീറ്റുകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ വിജയം പരമാവധി ചുരുക്കുക എന്ന തന്ത്രം അവർ പ്രയോഗിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അമിത്ഷാ കേരളത്തിൽ പ്രചാരണത്തിന് വന്നപ്പോൾ പ്രധാനമായും പറഞ്ഞ കാര്യം, നേരത്തെ അവർ കോൺഗ്രസ് മുക്ത ഭാരതത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രചാരണത്തിന് വന്നപ്പോൾ അവർ പറഞ്ഞത് ഈ പാർലമെൻറ്റിൽ CPIM-ൻ്റെയോ CPI-യുടെയോ പ്രതിനിധികൾ ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ച് പറയുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന് മറ്റ് കാരണങ്ങളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഒരു 3 തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് പെർസെൻറ്റേജ്, 2 മുന്നണികളുടെയും NDA-യുടെയും വോട്ട് പെർസെൻറ്റേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് 2009-ൽ UDF-ന് 47.73% വോട്ടുണ്ട്. അത് 2014 ആകുമ്പോഴേക്കും 42.08% താഴുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് 38.8% താഴുന്നു. ഇതിനാനുപാതികമായി ഈ 3 തെരഞ്ഞെടുപ്പുകളിലും NDA-യുടെ വോട്ട് അല്ലെങ്കിൽ BJP-യുടെ വോട്ട് വർദ്ധിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF-ൽ നിന്ന് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്ത വോട്ടുകളുടെ എണ്ണം ഈ തെരഞ്ഞെടുപ്പുകളിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അങ്ങോട്ട് കൂടുതൽ വോട്ടുകൾ BJP-യിലേക്ക് എത്തേണ്ടത് ഇടതുപക്ഷത്തു നിന്നാണ് എന്നവർ കണക്ക് കൂട്ടുന്നു. അങ്ങനെ വോട്ടുകളെ ഇങ്ങോട്ട് ആകർഷിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഉറപ്പാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിന് പാകത്തിലുള്ളൊരു സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പിൽ അവർ അവലംബിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, പക്ഷേ അത് അവരുടെ തന്ത്രം എന്ന നിലയ്ക്ക് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഒരുപക്ഷെ അവരവരുടെ വോട്ട് ഉപയോഗിച്ചേക്കാം. ഇപ്പോൾ കണ്ണൂർ ഒരു നല്ല ഉദാഹരണമാണ്. കാരണം കണ്ണൂരിൽ CK പത്മനാഭൻ്റെ പ്രചാരണ പരിപാടികളെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ കാര്യമായ പ്രചാരണമൊന്നും, ഇപ്പോൾ സാജി പറഞ്ഞതുപോലെ കാര്യമായ പ്രചാരണമൊന്നും അവിടെ നടക്കുന്നില്ല. കണ്ണൂർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കണ്ണൂർ ഏറ്റവും ശക്തമായി CPM-നെ എതിരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. അവിടെ കെ സുധാകരന് വോട്ട് മറിച്ചു കൊടുത്തുകൊണ്ട് കെ സുധാകരനെ ജയിപ്പിച്ചാൽ അത് ഇടതുപക്ഷത്തിനെ കുറെ കൂടെ ദുർബലപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഒരുപക്ഷെ അവർ വിചാരിക്കുന്നുണ്ടാവും. വടകരയിൽ സാജു പറഞ്ഞതുപോലെ തന്നെ വേറൊരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അവരവരുടെ കോർ വോട്ട് നിലനിർത്തുകയും അധികമായി പിടിക്കാൻ ഇടയുള്ള വോട്ടുകളെ വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഒരുപക്ഷെ ഈ മണ്ഡലങ്ങളിൽ പോവുക എന്നാണ്. ജോസഫ് സി മാത്യു, അവസാനമായി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇടതുപക്ഷം BJP-യുടെ ഭാഗത്തു നിന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ വലിയൊരു പരാജയം കാത്തിരിപ്പുണ്ടോ ഇടതുപക്ഷത്തിന്? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾ പൊതുവെ വിചാരിക്കുന്നത് കോൺഗ്രസിനാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക എന്നത്. വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് സ്വന്തം ഇനീഷ്യേറ്റീവായി വലിയ പ്രചാരണം നടക്കുകയും ഒക്കെ ചെയ്യുന്നു. പോരാത്തതിന് BJP ഇങ്ങനെ ആസൂത്രിതമായി തന്നെ ലെഫ്റ്റിൻ്റെ ആദ്യം പ്രാതിനിധ്യം ഇല്ലാതാക്കുക, അതിനുശേഷം അവരുടെ ബേസിലാക്കുക എന്ന വലിയൊരു ഒരു പദ്ധതിയുടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ വലിയൊരു ത്രെട്ട് സത്യത്തിൽ ലെഫ്റ്റിനാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉള്ളത്?
അങ്ങനെ കേരളത്തിൽ വിജയപരാജയങ്ങളെ തീരുമാനിക്കത്തക്ക രീതിയിൽ ഒരു ഘടകമായി BJP മാറിയിട്ടുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലൊക്കെ അവർക്ക് അത്രയും തന്നെ വോട്ടേ ഉള്ളൂ, അത്രേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ ഇത്രയും നാളായിട്ടും. അത് വളരെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലവും കൂടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാം BJP ആണ് നിശ്ചയിക്കുക എന്നുള്ള ഒരു ധാരണ എനിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് അവര് സമാഹരിക്കാവുന്നതിന്റെ പരമാവധി വോട്ട് അവർ സമാഹരിക്കുന്നതാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള മൊത്തം പെർസെന്റേജ് എന്ന് പറയുന്നതും അവരെ സംബന്ധിച്ച് വളരെ വലുതാണ്. ഞാൻ വിചാരിക്കുന്നത് വയനാട് മണ്ഡലത്തിൽ ചിലപ്പോൾ അവര് ക്രോസ് വോട്ടിങ്ങിന് തുനിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ടാർഗറ്റ് തന്നെയാണ്. ആ രീതിയിൽ അവർ ശ്രമിച്ചേക്കാം എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ബാക്കിയുള്ളിടത്തൊന്നും അത്തരത്തിൽ ഒരു വളരെ വലിയ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരുടെ മൊമെന്റം തന്നെയാണ് അതിലെ കാരണം. അവർ വിചാരിക്കുന്നത് അവരെന്തോ വലിയ വളർച്ചയുടെ പാതയിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്ക് വലിയൊരു പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും എത്താൻ പറ്റും എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൊമെന്റം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത്ര ഒരു കേഡർ സ്വഭാവമൊന്നും അവർക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന നേതാക്കന്മാരൊന്നും അല്ലാതെ ഇതിനെ നിയന്ത്രിക്കുന്ന വേറൊരു ശക്തി ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിങ്ങൾ തിരുവനന്തപുരത്തെ പ്രചരണം നോക്കിക്കഴിഞ്ഞാൽ അതറിയാം. പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്നത് വേറെ ചില ശക്തികളാലാണ്. ആ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോ കെ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിന് വളരെ എതിര് നിന്നത് ആണ് ഈ സംഘം എന്ന് നമുക്കറിയാം. പക്ഷേ അതേ ആൾക്കാർ തന്നെ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് കടുംപിടുത്തം പിടിച്ചു. അപ്പൊ ഇവരുടെ ഒരു വിന്നബിലിറ്റി ആസ്പെക്ടിൽ അതിനെ കണക്കാക്കുകയാണ്. ഞാൻ പത്തനംതിട്ടയിലെ ഒരു വോട്ടറാണ്, അവിടെയാണുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, ഇവിടെ അവരുടെ ദേശീയ പ്രസിഡന്റ് വന്നിട്ട് ശബരിമല വിഷയത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നതെന്ന് ഒരു ഒറ്റ പോയിന്റ് അജണ്ടയിൽ പറയുകയാണ്. 5 വർഷം ഭരിച്ച ഒരു പാർട്ടി ഒരു വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു വൈകാരിക വിഷയം മാത്രം എടുത്തുകൊണ്ട്, അപ്പൊ അവരുടെ ടാർഗറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കണക്കുകൂട്ടൽ 62% ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണെന്നും അതിൽ നിന്ന് 60% വോട്ട് കിട്ടുമെന്നും അത് മാത്രം മതിയെന്നും ഉള്ള ഒരു ധാരണയിലും ഒരു ക്യാമ്പയിനിലും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വർഗീയമായി ധ്രുവീകരിക്കാൻ കഴിയുന്നതാണ് ഈ ഞങ്ങളുടെ മണ്ഡലം എന്ന് ഞാൻ കരുതുന്നില്ല. അതിനെ പരാജയപ്പെടുത്തുന്നത് ന്യൂനപക്ഷങ്ങൾ മാത്രമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് BJPക്ക് അക്കാര്യത്തിൽ വലിയൊരു റോൾ എടുക്കാൻ കഴിയില്ല, വലിയൊരു സ്പേസ് എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുകയാണ് താങ്കൾ. എന്തായാലും നമ്മുടെ സമയപരിമിതി കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ജോസഫ് സി മാത്യു, ശ്രീ രാജീവ് ശങ്കരൻ, സാജു, ഒപ്പം സജീഷ് ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും പങ്കുവച്ചതിന്. ഒരു വേള സ്പെഷ്യൽ എഡിഷൻ.